മൈക്ക് മാറ്റി മൈക്കടി മാറ്റണേ. അതായത് ഇപ്പോൾ ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കേസും ചുമ്മാ പൂഴ്ത്തി വയ്ക്കാന്ന് പറഞ്ഞു. അതല്ല വേണ്ടത്, നമുക്ക് അതിനൊരു ആക്ഷൻ വേണം. ആ ആക്ഷൻ നടന്നില്ലെങ്കിൽ നമുക്കൊരു മോണിറ്ററി പെറ്റീഷൻ കൊടുക്കണം. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ആ കേസ് അത് കോടതി മേൽനോട്ടം നടത്തി കേസ് ചാർജ് ചെയ്ത് അതിൽ നടത്തിപ്പ് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആളാണ് ജോയ്സ് ആണ്. അദ്ദേഹം മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ്റെ ഒരാളാണ്. അക്ബർ അലി ഖാനാണ് അദ്ദേഹം. നമ്മുടെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹമുണ്ട്. അദ്ദേഹം റഷീദാണ്. ഫൈസി ഇദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നാണ്. അഖിൽ ദേവ് ഇതേപോലെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ഒരു വ്യക്തിയും മറ്റുമാണ്. ഇപ്പോൾ രണ്ടുപേരാണ് പ്രധാനമായിട്ട് രണ്ടുപേരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ശ്രീ ഫൈസലുണ്ട്. രണ്ട് ഹിലർ അബ്ദുള്ള എന്ന് പറയുന്നതുണ്ട്. ഇവിടെ വെച്ച് അതെ, അദ്ദേഹം ദുബായിലുള്ള ഫാസ്റ്റ് ലൈനിൻ്റെ MD ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചാണോ കൊടുക്കേണ്ടത് അതോ വെളിയിലോട്ട് എന്തെങ്കിലും ഇറങ്ങണോ? ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഫൈസൽക്ക് ഇത്തരത്തിലുള്ള എന്ത് രണ്ടുപേരും കൂടെ ഒന്ന് എഴുന്നേറ്റാണെങ്കിൽ ഒന്നിനും പകരമാവില്ല. നമ്മളൊരു തുടർന്നുള്ള ജീവിതത്തിനൊരു താങ്ങ് അത്രേ ഉള്ളൂ. ഇപ്പൊ മോഹൻ പോയതിന്റെ ഒരു ദുഃഖം അനുഭവിക്കില്ല, അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും. അപ്പൊ അന്ന് ഞങ്ങളപ്പോ എന്തിനു വേണമെങ്കിലും നമ്മളെ സപ്പോർട്ട് ഒരു അച്ഛനമ്മക്ക് ഇനി ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അച്ഛനെ അത്ര എന്റെ മനസ്സിലുള്ളിലുണ്ട് മോനെ. ഒരാള് ഒരു മക്കളെ കൊണ്ട് എന്റെ മോൻ എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും സൈലന്റ്, അത്രയും എവിടെയോ പോയില്ലോ സ്റ്റാൻഡിലോ എവിടെയോ ഒരു പെൺകുട്ടി ഇങ്ങനെ കരയുന്നത്. അപ്പം എന്താ മോളെ ചോദിച്ചാൽ ചെറിയ ഒരു 10-28 വയസ്സായൊരു കുട്ടി പറഞ്ഞു, ഏട്ടാ എനിക്ക് എന്തോ സുഖമില്ലൊരു എന്തൊരു വേദന, എന്താ വേണ്ട എനിക്കൊരു പിൽസ് എന്തെങ്കിലും. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി എന്നിട്ട് ആ കുട്ടി ഈ ഫോട്ടോ കണ്ടിട്ട് ആ കുട്ടി പറയോ ഈ ഏട്ടനല്ല. അത്രയാണ് സ്നേഹം ഇവിടെയുള്ളവരോട്.